അല്ല നിന്റെ ബൊക്കെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? നിൽക്കാണ്ട് പോകുന്നു. എന്തോ വയറ്റിന്ന് പോകുന്ന പോലെ പറയുന്നത്. രണ്ടും അങ്ങനെയാ. വാടോ, തനിക്ക് വേണ്ടി എന്തോ ഒരു സമയം വെയിറ്റ് ചെയ്യണ്ടേ. ഞാൻ 6 മണിക്ക് എത്തിയതാ. രാവിലെ 6 മണി. 6 മണിക്ക് വന്ന് നീ എന്താ 50 പെണ്ണുങ്ങളെ വളച്ചോ? സോറി, 57 പെണ്ണുങ്ങൾ. എല്ലാം 67 വയസ്സ് കഴിഞ്ഞതാ. അതിൽ 2 ആന്റി എങ്കിലും എന്നെ കണ്ട് ചിരിച്ചോ ഇല്ലയോടാ? അങ്കിളുമാരെ കണ്ടിട്ട് ആന്റിമാര് ചിരിക്കാതെ പിന്നെ ആൻസിക്ക മനുഷ്കായും ചിരിക്കും. അല്ല ഏതായി കൊടക്കമ്പി? അസിസ്റ്റന്റ്. വെയിലത്ത് എന്റെ തോലൊക്കെ കറുത്തുപോയ ആന്റിമാർക്ക് ഇഷ്ടമല്ല ഉണ്ടാവും എന്നെ, അതുകൊണ്ടാ. ആന്റിമാർക്ക് തൊലിയല്ല പ്രധാനം, ചുറുചുറുക്കോടെ ഇരിക്കണം, അതാണ് പ്രധാനം. കിളവിമാരെ വളയ്ക്കാനായിട്ട് നിനക്ക് ഗ്ലാമർ ഒരു കേട്. നാളെ കാലത്ത് 6 മണിക്ക് വരണേ. ഹലോ, ഞാൻ അനിരുദ്ധ സംസാരിക്കുന്നത്. പറ ചക്കരേ, ഞാൻ ഓഫീസിലാ ഉള്ളത്. അയ്യോ, നീ പറഞ്ഞ അതേ മഞ്ഞ കളർ പാന്റ് മഞ്ഞ കളർ ഷർട്ടായിട്ടേക്കുന്നത്. വൈകിട്ടല്ലേ? ഉറപ്പായിട്ടും മല്ലിപ്പൂവും അലുവയും മേടിച്ചിട്ട് 6 മണിക്ക് ഷാർപ്പായിട്ട് എത്തിയിരിക്കും. വന്നേക്കാം. നീ ഇവിടെ കിടക്കണ്ട, ഇത് ബെഡല്ല. പെണ്ണും പിള്ളേനെ വന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണ്ടായിപ്പോടാ. അങ്ങനെയൊക്കെയാ. ഇല്ല, അവള് ഒന്ന് സ്ട്രിക്റ്റ് ആണേ. അവള് പറഞ്ഞ സമയത്ത് വീട്ടിലോട്ട് പോയില്ലെങ്കിൽ വീട്ടിലോട്ട് അവള് കേട്ടത്തില്ലെന്നേ. നിന്റെ ഭാര്യ നിനക്ക് അത്രയും പേടിയാണോ? എന്റെ വൈഫല്ല, ആ ദുബായ്ക്കാരന്റെ വൈഫാ. കിസ്മിസ് അപ്പാപ്പൻ. ജീവ, ആ പാപ്പന്റെ അടുത്ത് പറഞ്ഞ് 2 ഗിഫ്റ്റ് മേടിക്കടാ. എന്തിനാ ആന്റിക്കും കൊടുക്കാൻ? എടാ താങ്ക് യു. വലിയ ഗിഫ്റ്റ് വേണേ. എനിക്ക് എന്തിനാ ഈ കോലുമുട്ടായി തന്നിട്ട് പോയത്? നീ ഇനിയും വളർന്നിട്ടില്ലെന്നാ അതിന്റെ അർത്ഥം. നിനക്കെങ്ങനെ കുഴപ്പമില്ല, ഞാൻ ഇത് വെച്ച് എന്ത് കാണിക്കാനാ? എനിക്കൊരു കുഞ്ഞു പോലും ഇല്ലല്ലോ. ദുബായ് ആന്റി ഉണ്ടല്ലോ. എന്നാ റെഡിയാക്കിയേക്കാം ഞാൻ. ജീവ, നിന്റെ ഗിഫ്റ്റ് പൊളിച്ചേ, എന്നാ നോക്കാം. ഹായ് മണിമഹൽ. താജ്മഹലാടാ. ആ ക്രിസ്മസ് അപ്പൂനെ നിന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നേ, അതുകൊണ്ടാ താജ്മഹൽ തന്നിട്ട് പോയത്. വാടാ പോ. താജ്മഹൽ പിടിച്ച് കറക്കിക്കൊണ്ടിരിക്കുന്നേ. അത് ക്രിസ്മസ് അപ്പൂപ്പനൊന്നും അല്ലടാ, പെണ്ണാടാ. അപ്പൊ ക്രിസ്മസ് അമ്മൂമ്മന്ന് പറ. എടാ, അമ്മൂമ്മയല്ലടാ, അടിപൊളി പെണ്ണാടാ അവള്. ഷൂർ വന്ന കൈയും കാലും ഒക്കെ ചുങ്ങിപ്പോയി കിടക്കുന്ന ഈ പ്രായത്താണോ നീ ഇതൊക്കെ സംസാരിക്കുന്നേ? ഹായ്. എന്തോന്നായി പിടിച്ച് നിന്റെ പോക്കറ്റിലേക്ക് ഇടുന്നേ? ലവ് സ്റ്റാർട്ടായത്ര. സ്വാഭാവികം. ഇതൊക്കെ വല്ലതും നടക്കൂ? ജീവ, അവളെ ഹൻസികനെ പോലെയാണ് ഉള്ളത്. അതിനും മേലെ. അവളെ ഇവിടെ വെച്ചാ കണ്ടേ? അന്ന് ഞാൻ ബീച്ചിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ. ജോലിയും കൂലിയില്ലാത്തവര് ബീച്ചിലും പാർക്കിലൊക്കെ പോയി ഇരിക്കും. ചുമ്മാ ഓവറാക്കാൻ നിക്കണ്ട നീ. വായടക്ക്, നീ പറ മോനെ. പെട്ടെന്ന് എന്റെ മനസ്സിനുള്ളിൽ 1000 പൂമ്പാറ്റകൾ പറന്നതുപോലെ ഒരു സുഖം. എന്താണെന്ന് നോക്കിയപ്പോ എന്റെ ഓപ്പോസിറ്റിൽ ഒരു പെണ്ണ്, ഒരു മലാഖയെ പോലെ എന്റെ മുന്നിൽ വന്ന് നിന്ന് ഒരു താജ്മഹലും കൈ തന്നിട്ട് എന്നെ കണ്ടിട്ട് അവളൊന്ന് ചിരിച്ച്. ഇതുപോലെ തന്നെയാ ഭാരതിരാജന്റെ മകൻ മനോജ് കുമാറിന്റെ അടുത്ത് ഒരു പെണ്ണ് താജ്മഹൽ കൊടുത്തു. അതിനുശേഷം നാട്ടുകാർ വടിയെടുത്ത് അവനെ അടിച്ചോടിക്കുക. അത് കഥയാടാ, ഇത് യാഥാർത്ഥ്യമാ. പിന്നെന്താ, അവിടെ തന്നെ ജീവ ക്ലീൻ ബോൾഡായില്ലേ. അപ്പൊ ആ പെണ്ണെ പ്രേമിക്കുന്നു. ലവോ? ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് ഒറ്റ പ്രസവത്തിൽ ഇരട്ടകളെയും പെറ്റ് അവരിപ്പോ ഊട്ടി കോൺവെന്റിൽ 1ാം ക്ലാസ്സിനെ പഠിക്കുന്നത്. കോൺവെന്റിലൊക്കെ പോയി പഠിക്കേ, എന്നിട്ട് കോളേജിലും പൊയ്ക്കോളൂ. കല്യാണം ഞങ്ങൾ നടത്തി തരടാ. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടവരെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതാ. എനിക്കോ ആ ഭാഗ്യമില്ലതായി പോയി. നീയെങ്കിലും സന്തോഷിട്ടിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കല്ലേ വരിക. വാ അങ്ങോട്ട്, രസത്തില് വിഷം തരുന്നുണ്ട്. നീ വെക്കുന്ന രസം തന്നെ അങ്ങനെയാ. ഹലോ, ഇത് നിങ്ങളുടെ വീടായിരുന്നോ? Who are you? എന്തു പറ്റി? ഇന്നലെ എനിക്ക് ബീച്ചിൽ താജ്മഹലൊക്കെ തന്നിട്ട് ചിരിച്ചിട്ടൊക്കെ പോയില്ലേ? ഒരു പെണ്ണ് നോക്കി ചിരിച്ചാ മതിയല്ലോ, അവളുടെ വീട് അന്വേഷിച്ച് ബൊക്കെ കൊണ്ട് വന്നോളും. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു. ഇല്ലേ, ഡീസൻസി ഇല്ലേ? അത് ഞാൻ പറഞ്ഞു വരുന്നത് കേക്ക്.
നീ ബൊക്കെ തന്നാലുടനെ ഈന്ന് ചിരിച്ചിട്ട് ഐ ലവ് യു പറയുന്ന പെണ്ണല്ല ഞാൻ. ഞങ്ങൾ വളരെ ഡീസന്റ് ഫാമിലിയാ. ശരി, വഴക്ക് പറഞ്ഞു തീർക്ക്. എന്ത് വഴക്ക് പറഞ്ഞു തീർക്കാൻ? ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിട്ട് നല്ലവനെ പോലെ പോസ് ചെയ്യാ. അത് ഞാൻ പറഞ്ഞു. ആ അങ്കിൾ, ബൊക്കെയോ? ഓക്കെ അങ്കിൾ, വാങ്ങി വെച്ചേക്കാം. നിങ്ങളുടെ ഹൗസ് ഓണർ ഉണ്ടല്ലോ, എന്റെ ഫ്രണ്ടിന്റെ കടയിൽ ഒരു ബൊക്ക ഓർഡർ ചെയ്തായിരുന്നു. അത് തരാൻ വന്ന എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞു തെറ്റിദ്ധരിച്ചില്ലേ? സോറി സോറി സോറി, 1000 times സോറി. ശരി, അത് വിട്ടേക്ക്, ഞാനത് മറന്നു. അല്ല, ഒരു സുന്ദരി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു നല്ല ചെറുക്കൻ ബൊക്കെയൊക്കെ കൊണ്ടുവന്നാ എല്ലാരും അങ്ങനല്ലേ വിചാരിക്കുള്ളൂ. അത് ഇത് ഭയങ്കര ഓവറായിട്ടുണ്ട് കേട്ടോ. ചുമ്മാ പറഞ്ഞതാ. ഐ എം റിയലി സോറി. ശരി, അത് വിട്ടേക്ക്, നിങ്ങൾ എത്ര സോറി ചോദിക്കും? ആക്ച്വലി തന്നെ വീട്ടിലേക്ക് വിളിച്ച് കോഫി തരണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റാ. പുറത്തു പോയിരിക്കുക. പെട്ടെന്ന് കേറി വന്നാ വല്ലോം വിചാരിക്കും. കുഴപ്പമില്ല, എനിക്കും സമയമായി. നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ബൈ. ഇഡിയറ്റ്, സ്റ്റുപ്പിഡ്, മാനേഴ്സ് ഇല്ലേ, ഡീസൻസി ഇല്ലേ? ഇതുപോലത്തെ ഓരോരോ വാക്കുകളും ചുമ്മാ മുത്തു പോലെ എന്ത് അഴകായിട്ട് വഴക്ക് പറഞ്ഞെന്നറിയോ? അമ്മേ, ഇവൻ ഇവിടുന്ന് ചോറ് തന്നെയല്ലേ കഴിക്കാറ്. ആ പെണ്ണ് ഇവനെ നാണം കെടുത്തിട്ട് ഇവൻ കവിത പോലെ പറയുന്നു. ഇവന് നാണം ഇല്ലല്ലോ. അതിനെപ്പറ്റിയാണോടാ നീ പറയുന്നത്? വൃത്തികെട്ടവരെ. എടാ, എന്റെ മോനേക്കാൾ ഈ വീട്ടിൽ നിന്ന് കൂടുതൽ അടിക്കുന്നത് നീയാടാ. അമ്മേ, വെറുതെ ഇരിക്കെ. എന്തിനാ നല്ല നല്ല വാക്കുകളൊക്കെ വേസ്റ്റ് അമ്മേ. ചെയ്യുന്നത്? എന്താടാ, അവൻ അങ്ങനെ ഒരു ഫ്ലോയില് പോവില്ലായിരുന്നോ? നീ എന്തിനാ നശിപ്പിക്കുന്നേ? അവൻ എന്തോ സാധിച്ച പോലെയാണല്ലോ നിങ്ങൾ പറയുന്നത്. അവളുടെ അടുത്ത് വഴക്കേട്ടാ നിങ്ങൾ കേട്ടില്ലേ? അതൊക്കെ ആവട്ടെ, നീ പറ മോനെ. പിന്നെ ആ ഹൗസ് ഓണറിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം സോറി 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 1000 സോറി അങ്ങ് ചോദിച്ചത് എന്തിന്? വല്ല സാരിക്കടയും തുടങ്ങാൻ പറഞ്ഞാൽ ചിരിക്കാതെ. എടാ, നീ പറയുന്നത് കേൾക്കുമ്പോ ശരിക്കും ആ പെങ്കൊച്ചു നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നേ. അതെ, അവൻ എന്റെ മോനാ, പിന്നെ പ്രേമിക്കായിരിക്കോ? അതെയല്ലോ, നിങ്ങളൊരു സൂപ്പർ സ്റ്റാർ. പൊരിയാത്ത പോപ്കോൺ പോലെയല്ലേ ഇരിക്കുന്നേ. ഒന്ന് മിണ്ടാതിരിക്കട കുറങ്ങ. പൃഥ്വിരാജിന്റെ എന്റെയും ഒരേ സൈസാ. എന്ത്? ആംസ്. പിന്നെ ഒക്കെ കുറച്ച് കുറവാന്നേ ഉള്ളൂ. കുറച്ച് കുറവാന്നല്ല, വളരെ കുറവാ. കാലം കെട്ടുപോയി കോലം. എന്ത് പറ്റിയടാ? ഈ ഡോറ് ഞാനിവിടെ കണ്ടില്ല. കണ്ണാടി ഇട്ടാ പോരെ, കാണാൻ പറ്റും. അളിയാ, ഞാൻ ട്രീറ്റ് തരാന്ന് പറഞ്ഞു തോന്നലും ഇവൻ കഴിച്ചിട്ടേ ഇല്ല. 3 ദിവസമായിട്ട്. അല്ല, എന്തിനാ ട്രീറ്റ്? ഓഫീസിൽ ഇൻക്രിമെന്റ് കിട്ടിയടാ. സൂപ്പർ അളിയാ. താങ്ക്സ് അളിയാ. അപ്പോ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാലേ? എന്ത് വേണേലും ഓർഡർ ചെയ്യാം. 300 രൂപയ്ക്ക് താഴെ. ഒരാൾക്ക് 300 രൂപയ്ക്കുള്ളല്ലേ? മൊത്തം 300 രൂപ. എടാ പച്ചക്കാരാ, മറ്റുള്ളവരുടെ കാശാണെങ്കിൽ നീ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഓംലെറ്റ് കഴിക്കുമല്ലോ. വിടറാ. ഓർഡർ ചെയ്യടാ. ഇത് ഓർഡർ ചെയ്താലോ? അത് ഈ ഹോട്ടലിന്റെ പേരാ. അങ്ങോട്ട് നോക്ക്. ഹായ്. ഹേയ്, ആരാടി? ഫ്രണ്ട്. ഫ്രണ്ടോ അതോ ബോയ് ഫ്രണ്ടോ? ജസ്റ്റ് ഫ്രണ്ട്. കഴിക്കും. ഓക്കെ ഓക്കെ. എന്ത് സുന്ദരിയല്ലടാ. അല്ലായിരുന്നെങ്കിൽ നീ വേണ്ടെന്ന് വെക്കോ? എല്ലാ പെൺകുട്ടികളും തന്നെ സുന്ദരിയായിട്ട് കാണിക്കാൻ കൂടെ ഒരു 4 സുന്ദരി അല്ലാത്തവരെ കൊണ്ട് നടക്കും. ഇവളാണെങ്കിലോ അവളെ വളരെ സുന്ദരിയായിട്ട് കാണിക്കാൻ ഏതോ ആൺകുട്ടിയെ പെൺകുട്ടിയുടെ വേഷമിട്ട് കൂടെ നടത്തുക. ആയിക്കോട്ടെ, എന്നാലും നല്ല റിച്ച് അല്ലേ? ഏതോ റിക്ഷയിൽ വന്നതുപോലെ ഉണ്ട്. എന്തിനാടാ? എന്തോന്നാ, പേഴ്സിലെന്നോ? എന്താ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നല്ല കളർ ഡ്രസ്സ് വിട്ട് ലിപ്സ്റ്റിക്കും പുരട്ടി വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ പേഴ്സ് ഉണ്ടാകും, പൈസ ഉണ്ടാവില്ലെന്ന്. പക്ഷെ പേഴ്സ ഇല്ല എന്ന് ഞാൻ വിചാരിച്ചത് പോലുമില്ല. എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്താ പോയി നോക്കാം. വാ. പെൺകുട്ടിയൊക്കെ പ്രശ്നം വന്നാൽ എല്ലാവരും ഹീറോ ആവുമല്ലോ. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. എന്ത് പറ്റി? ഇയാളെന്താ മുറിച്ചിട്ട പല്ലിയുടെ വാല് പോലെ കളിക്കുന്നേ? എന്റെ പേഴ്സ് എവിടെയോ മിസ്സായി പോയി. ഇയാളാണെ ബില്ല് പേ ചെയ്യാതെ പുറത്തു പോകാൻ പറ്റില്ലെന്നാ പറയുന്നേ. കാർഡ് ഓക്കെ ആണോ? എന്ത് കാർഡായിരുന്നാലും ഓക്കെ. ചുടുകാടാണെങ്കിൽ ഓക്കെ ആണോ? ഇയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന പോലെയാ തോന്നുന്നത്. എന്താണോ? വെറുതെ ഇരിക്കടാ. എന്നാ താങ്ക് യു. ഇതിനൊക്കെ എന്തിനാ താങ്ക്സ്? ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാ, പ്രിയ, സന്ധ്യ, ശ്രേയ. ഞങ്ങളും ഇവന്റെ ഫ്രണ്ട്സാ. എന്റെ അച്ഛന്റെ ഫ്രണ്ട്സ്. ഹേയ്, ടൈമായി, നമുക്ക് പോവാം. നിക്കടി, ഞാനും വരുന്നു. നിക്കടി. ഓക്കെ എന്നാ പിന്നെ മീറ്റ് ചെയ്യാം. അല്ല, മീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞില്ലേ? നാളെ 9741002143. സേവ് ആക്കിയിട്ടുണ്ട്. ബൈ. ബൈ. മതി, അവള് വീട്ടിലെത്തി. അല്ല, നിന്റെ കയ്യിൽ ജോബ് കാർഡ് പോലും ഇല്ലല്ലോ. പിന്നെ എവിടുന്ന ക്രെഡിറ്റ് കാർഡ്? അത് എന്റെ കാർഡല്ല, തന്റെ കാർഡാ. അതെ, നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആയാലോ? ഫ്രണ്ട്സ് ആയിക്കൂടെ?
എന്താ? അല്ല ഫ്രണ്ട്സ് ആവാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട്. ഫ്രണ്ട്സ് ആവാന്നല്ലേ പറഞ്ഞത്, അതിന് ടച്ച് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഡീസന്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാന്നേ. അങ്ങനെ ഇരിക്കാം. അല്ല ഇതുവരെ നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് സംഗീത. ഡേറ്റ് ഓഫ് ബർത്ത് 11/11. എന്റെ ഹൈറ്റ് 5.5. ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ്. മകം നക്ഷത്രമാണ് മിഥുനമാസത്തിലെ. മതിയോ? അയ്യോ പറ്റുന്നില്ല, അത്ര മതി. പിന്നെ നിന്റെ പേര് ജീവാന്ന് പറഞ്ഞു. നിന്റെ ജോലി എന്താന്ന് പറഞ്ഞില്ലല്ലോ. എന്ത് ജോലിയാ ചെയ്യുന്നേ? എന്ത് ജോലിയാ ചെയ്യുന്നേ? എന്ത് ജോലിയാ ചെയ്യുന്നേ? മാമ പണിയാണെന്ന് പറഞ്ഞൂടായിരുന്നോ? അല്ല നിന്റെ മാമ മിലിറ്ററിയിലല്ലേ, അദ്ദേഹത്തിന്റെ ജോലി നിനക്ക് കിട്ടുമെന്ന് പറയാൻ മേലായിരുന്നു എന്ന് ചോദിച്ചതാ. എന്റെ ഈ ബോഡിക്ക് മിലിറ്ററി ജോലിയൊക്കെ സെറ്റ് ആവോടാ. നിനക്ക് മിലിറ്ററി റമ്മേ പറ്റത്തുള്ളൂ, മിലിറ്ററി പണിയൊന്നും പറ്റത്തില്ല. കറക്റ്റ്. അപ്പൊ പിന്നെ എന്റെ അടുത്ത് വന്ന് ജോലിക്ക് ചേർന്നോളൂ. എടാ നീ ഇവിടത്തെ ജോലിക്കാരനല്ലേ, അല്ലാണ്ട് നീ എങ്ങനെ ഒരാൾക്ക് ജോലി തരുന്നേ? 12,000 രൂപ ശമ്പളം തരാം, ജീവിക്കാനുള്ള വഴി നോക്ക്. അപ്പൊ പെൻഷനൊക്കെ തരുവോ? ഒന്ന് പോടോ. ഈ ചായക്കടക്കാരന്റെ ഒക്കെ അഡ്വൈസ് കേൾക്കേണ്ട അവസ്ഥയാണല്ലോ നിനക്ക്. അതുകൊണ്ടാ പറയുന്നത് മര്യാദക്ക് എന്റെ കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്ത് തുലക്കി. വേസ്റ്റ് ഡി കുടിക്കാനാണോ? താഴെ ഇട്ടല്ലോ. ഏതാ ഇയാള്? ക്ലീൻ ഇന്ത്യ. ഓ